പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയുടെ വിമോചനത്തിനായി പോരാടുന്ന ഒരു സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA. അവർക്ക് ഇന്ത്യയോട് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ പാകിസ്ഥാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു തീവ്രവാദ രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. പാകിസ്ഥാൻ ഇന്ത്യക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നമുക്കിടയിലെ ഒരു പൊതു ശത്രു പാകിസ്ഥാൻ മാത്രമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഒരുപാട് സഹായമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 90,000 തോക്കുകളും ഓരോ തോക്കിനും 10 വെടിയുണ്ടകളും തന്നാൽ മാത്രം മതി. പാകിസ്ഥാനെ എങ്ങനെ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ അവരുടെ പക്കൽ നിന്നും ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട്. ഇവയെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആരാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി? അവർക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയോട് ഇത്തരം ഒരു അഭ്യർത്ഥന നടത്തിയത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ബലൂചിസ്ഥാൻ ഈ ഒരു പ്രദേശത്തിന്റെ ചരിത്രം പരിശോധിക്കണമെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള കാലത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമോചനത്തിന് മുൻപുള്ള കാലത്തേക്ക് പിന്നിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഇന്ന് ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തായിരിക്കും ഓർമ്മ വരിക? ഇറാനുമായി ഒട്ടിയിരിക്കുന്ന പാകിസ്ഥാന്റെ ഒരു ഭാഗം, കറാച്ചിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രദേശം, ഇവയെല്ലാം ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യയിൽ വരും. പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ ഭൂപടത്തിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇത് യഥാർത്ഥ ബലൂചിസ്ഥാൻ അല്ല. ഇറാന്റെ കിഴക്കൻ ഭാഗം, അറബിക്കടലിനോട് ചേർന്നുള്ള എല്ലാ കിഴക്കൻ ഭാഗങ്ങളും ഇന്നത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാന്റെ ചില ഭാഗങ്ങളും എല്ലാം ചേർന്നാണ് ഈ ബലൂചിസ്ഥാൻ എന്ന പ്രവിശ്യ. ഇതിൽ ബലൂചിനത്തിലെ നിരവധി ആളുകൾ അവിടെയുണ്ട്. അവർക്കിടയിലും ഒരുപാട് സഖ്യങ്ങൾ ഉണ്ടായിരുന്നു. 1800 മുതൽ എപ്പോഴാണോ ബ്രിട്ടൻ നമ്മെ ക്രമേണ അടിമകളാക്കി നമ്മുടെ പ്രദേശങ്ങളെ പിടിച്ചെടുത്തത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെയും പാകിസ്ഥാനെയും ആക്രമിച്ചത്, അപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്ത് തുടങ്ങി. അതിനു മുൻപ് ഇറാനുമായി പേർഷ്യൻസുമായി ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ട് അതിനിടയിൽ ഒരുപാട് യുദ്ധങ്ങൾ അവർ ഫേസ് ചെയ്തു. അങ്ങനെ ഇന്ത്യ ഈ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായതിനു ശേഷം പാകിസ്ഥാന്റെ ഒരു ഭാഗമായി ബലൂചിസ്ഥാന്റെ 70% പ്രദേശവും മാറി. പക്ഷേ അവർക്കിടയിൽ ഒരു കൃത്യമായ അതിർത്തി ഉണ്ടായിരുന്നില്ല. ഇറാന്റെ അതിർത്തിക്കുള്ളിലേക്ക് ബലൂചിസ്ഥാന്റെ കുറച്ച് പ്രദേശം പോയി. അങ്ങനെ ബലൂചിസ്ഥാന്റെ പകുതി ഭാഗം ഇറാന്റെ കൈകളിലും പകുതി പാകിസ്ഥാന്റെ ഭാഗവുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണച്ചു. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും വേർപിരിഞ്ഞപ്പോൾ, ഈ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്ര രാജ്യങ്ങളായി വേർപിരിഞ്ഞതിനു ശേഷം കിഴക്കൻ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇപ്പുറത്തായിരുന്നതുപോലെ ഇന്ത്യയുടെ അപ്പുറത്തുണ്ടായിരുന്ന ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയിൽ ചേരാനായി ആഗ്രഹിച്ചു. പക്ഷേ പാകിസ്ഥാന്റെ വികസനത്തിന് പ്രധാന കാരണക്കാരായ പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവർ നിരവധി ഭൗമ രാഷ്ട്രീയ കാരണങ്ങൾ കാണിച്ച് ഇന്ത്യയിൽ ചേർക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു ഭാഗമായി മാറി. പക്ഷെ പ്രശ്നം അതോടുകൂടിയും അവസാനിച്ചില്ല. പാകിസ്ഥാനുമായി ചേർന്നപ്പോൾ പോലും ചില രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സ്ഥലം. സ്വാതന്ത്ര്യത്തിന് ശേഷവും നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രശ്നം, ഇറാനിലും അഫ്ഗാനിസ്ഥാനിലുമായി ഞങ്ങളുടെ പ്രദേശങ്ങൾ ഇങ്ങനെ വിഭജിച്ച് കിടക്കുകയാണ്. ഞങ്ങളുടെ ജനങ്ങളെല്ലാം 3 രാജ്യങ്ങളിലും ഇങ്ങനെ വിഭജിച്ചു പോയി. ഈ ഒരു കാരണം കൊണ്ട് ആദ്യത്തെ സമരം 1963 പൊട്ടിപ്പുറപ്പെട്ടു. അടുത്ത് 1970 ഒരു സംഘർഷം. ഇപ്പൊ അവസാനമായി 2004 ആരംഭിച്ചതായിരുന്നു പ്രശ്നം. ഈ 1950, 60, 70 ഈ വർഷങ്ങളിലെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ പോരാട്ടമൊന്നും പാകിസ്ഥാനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നില്ല. ഇതിനകം നഷ്ടപ്പെട്ട പ്രദേശങ്ങളെ മറ്റു രാജ്യങ്ങളുടെ പക്കൽ നിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിയും പാകിസ്ഥാൻ ഞങ്ങൾക്ക് സ്വയം ഭരണം നൽകണം, അതായത് ഞങ്ങൾ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾക്കായിട്ടുള്ള ഭരണം ഞങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആ സമയം നടന്നത്. പക്ഷെ 2004 പ്രശ്നം എന്നത് നിയമവാഴ്ചയ്ക്ക് എതിരെയും പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിന് എതിരെയുമായിരുന്നു 2004 പ്രശ്നം ഉണ്ടാകുന്നത്. ഈ BLA എന്ന ഓർഗനൈസേഷൻ പല രാജ്യങ്ങളുടെയും സഹായത്തോടുകൂടി രൂപീകരിച്ചതായി ഒരു അഭിപ്രായം ഉണ്ടെങ്കിലും അതിന് കൃത്യമായ തെളിവുകളില്ല. അവരുടെ ഏക ശത്രു പാകിസ്ഥാന്റെ സൈന്യമായിരുന്നു, പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാരായിരുന്നു. എന്തുകൊണ്ടാണ് അവർ പാകിസ്ഥാൻ സൈന്യത്തെയും പാകിസ്ഥാൻ രാഷ്ട്രീയത്തെയും എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രകൃതി വിഭവങ്ങളുടെ 60% നിലവിൽ ബലൂചിസ്ഥാൻ സംസ്ഥാനത്തിലാണുള്ളത്. എന്നാൽ അതിനനുസരിച്ചതുപോലെ പാകിസ്ഥാൻ അവർക്ക് തിരികെ ഒന്നും തന്നെ ചെയ്തില്ല. കാരണം പാകിസ്ഥാനിൽ തന്നെ ജനങ്ങൾ പല ഗ്രൂപ്പുകളായി വിഭജിച്ചിരുന്നു. മുസ്ലിം സമൂഹം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പുറമെ അറിയാമെന്നുണ്ടെങ്കിൽ കൂടിയും അവർക്കിടയിൽ പോലും ധാരാളം ഭിന്നതകൾ ഉണ്ടായിരുന്നു. അതായത് ഹിന്ദു എന്ന മതത്തിന് കീഴിൽ ഒരുപാട് ജാതി ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു അവിടെ മുസ്ലിംസും. അവിടെ നിന്നല്ല, മറ്റൊരുപാട് സ്ഥലങ്ങളിൽ. പക്ഷെ അതൊന്നും പുറമെ അറിയില്ല.
അങ്ങനെ അവിടെയുള്ള ജനങ്ങളെ പാകിസ്ഥാൻ സർക്കാർ അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുന്നു. അവർക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ ശരിയായ സഹായം പോലും നൽകിയില്ല. പാകിസ്ഥാൻ സ്വതന്ത്രമായപ്പോൾ ബലൂചിസ്ഥാൻ സംസ്ഥാനം സാമ്പത്തികമായി ഉന്നതിയിലായിരുന്നു. അതുപോലെ അധിക വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങളും അവിടെ തന്നെയായിരുന്നു. എന്നാൽ അതേ സ്ഥിതിയാണ് ഇപ്പോഴും തുടരുന്നത്. ബലൂച്ച് സംസ്ഥാനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഇന്നുവരെയും പാകിസ്ഥാൻ നൽകിയിട്ടില്ല. ഇതിനിടയിൽ പാകിസ്ഥാനിലെ ചൈനയുടെ ആധിപത്യത്തെയും ജനങ്ങൾ വെറുക്കാൻ തുടങ്ങി. അവിടെയുള്ള 69% ആളുകൾ ബലൂച്ച് സംസ്ഥാനത്തെ ഒരു പ്രത്യേക രാജ്യമാക്കണം എന്നാഗ്രഹിച്ചു. കാരണം അതൊരു പ്രത്യേക രാജ്യമായാൽ മാത്രമേ നമുക്ക് പാകിസ്ഥാനിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യം ലഭിച്ചാൽ മാത്രമേ ഞങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾ ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും കഴിയുകയുള്ളൂ. ഇങ്ങനെയായിരുന്നു ആ ഭാഗത്തുള്ള ഒരു ജനങ്ങളുടെ അഭിപ്രായം. അവരുടെ ഒരു പ്രത്യാശയും അതായിരുന്നു. എന്നാൽ 40% ആളുകൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചു. അവർക്ക് വേർപിരിയാൻ ആഗ്രഹമില്ല. ബലൂച്ച് സംസ്ഥാനത്തിന്റെ സ്വയം ഭരണ അധികാരവുമായി താതാത്മ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചിലർ പറഞ്ഞു. ബലൂച്ച് സംസ്ഥാനത്തിന് ഒരു സ്വയം ഭരണാധികാരം വേണമെന്ന അഭിപ്രായത്തിൽ നിന്നാണ് BLA രൂപം കൊണ്ടത്. അവരാണിപ്പോൾ പാകിസ്ഥാനെ തുടച്ചു നീക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, ഈ ഒരു ഗ്യാപ്പിൽ മാത്രം 74 സ്ഥലങ്ങളിൽ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ ആർമിക്കെതിരെയും പാകിസ്ഥാന്റെ എയർഫോഴ്സ് ബേസിസിലും അവരുടെ ആക്രമണങ്ങൾ ചെയ്തിട്ടുണ്ട്. താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 5 വർഷമായി ബലൂച്ച് ലിബറേഷൻ ആർമിയും തെഹ്രീക്ക് താലിബാൻസും പാകിസ്ഥാൻ ഒരുപാട് പ്രശ്നങ്ങൾ നൽകുന്നുണ്ട്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയുടെ ഒരു പിന്തുണ ആവശ്യം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അഭ്യർത്ഥന. കാരണം പാകിസ്ഥാനാണ് നമ്മുടെ പൊതുശത്രു. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ്. അവിടെയുള്ള സർക്കാർ തീവ്രവാദികളെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ജനങ്ങൾക്ക് എന്തെല്ലാമാണോ ആവശ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്തു നൽകുന്നില്ല. എന്നാൽ പകരം കൂടുതൽ പ്രകൃതി വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ പ്രദേശങ്ങളെ ഞങ്ങളുടെ പക്കൽ നിന്നും ചൂഷണം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഇവർ പറയുന്നത് സാമ്പത്തികമായി 100% ശരിയാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു ധാതു സമ്പന്ന മേഖലയായി കണക്കാക്കപ്പെടുന്നു. അത്തരമൊരു പ്രവിശ്യയെ പാകിസ്ഥാൻ സർക്കാർ ശരിയായ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട അഭ്യർത്ഥന കൂടുതൽ ആയുധങ്ങൾ വേണം. 90,000 തോക്കുകൾ ആവശ്യമാണ്. ഓരോ തോക്കിലുമായി 10 വെടിയുണ്ടകൾ മാത്രം നൽകിയാൽ മതി. ഞങ്ങൾക്ക് ഈ ഒരു യുദ്ധം ജയിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഇതൊരു ദേജാവു പോലെ പോവുകയാണ്. അതായത് ബംഗ്ലാദേശ് വേർഷൻ 2.0 ഇത് മാറാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ പറയാം, ഇന്ത്യൻ സർക്കാർ ഇവർക്ക് യാതൊരു സപ്പോർട്ടും നൽകുകയില്ല. കാരണം ഇന്റർനാഷണൽ സമ്മർദ്ദം ഇതിനകം തന്നെ ഇന്ത്യക്ക് മേൽ ശക്തമാണ്. ഇനി ഇന്ത്യ ഒരു ധീരമായ രാഷ്ട്രീയ നീക്കം നടത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ബലൂചിസ്ഥാനെ പരോക്ഷമായി മാത്രമേ സഹായിക്കാനും കഴിയൂ. നമ്മളിവിടെ പാകിസ്ഥാന് മുൻപിൽ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ഒരു സ്റ്റാൻഡ് ഓഫിൽ നിൽക്കണമെന്നുള്ള ഒരാവശ്യം അല്ലെങ്കിൽ നിർബന്ധം ഇല്ല. ഒരു പക്ഷേ 1971 സംഭവിച്ചതുപോലെ ഒരു അഭയാർത്ഥി പ്രതിസന്ധി ഉണ്ടായാൽ, സത്യത്തിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം കറാച്ചി പോലുള്ള പ്രദേശങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വരികയില്ല. എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ച് പാകിസ്ഥാനെ ഇന്ത്യ തുടച്ചു നിൽക്കണമെന്ന് ചിന്തിച്ചാൽ BLA ഇന്ത്യയുടെ പക്കലുള്ള ഒരു വലിയ ട്രംപ് കാർഡാണ്. നമ്മൾ അകത്ത് ചെന്ന് ആക്രമിക്കണം, അവരുമായി ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യമേ അവിടെ വരില്ല. പാകിസ്ഥാന്റെ മുഴുവൻ ആർമി പവറിനെയും BLA ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയും എയർഫോഴ്സിനെ ഉപയോഗിച്ചായിരുന്നു ഫൈറ്റർ ജെറ്റിനെ ആക്രമിച്ചിരുന്നത്. എന്നാൽ BLA ആ ബേസസിൽ നിൽക്കുന്ന പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റിനെ പോലും ആ ബേസിനെ ടേക്ക് ഓഫ് ചെയ്ത് അവിടെയുള്ള ഫൈറ്റർ ജെറ്റിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 ഫൈറ്റർ ജെറ്റ്സിൽ അധികം ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. 4 കൺഫേം ചെയ്ത ന്യൂസാണ്, കണക്കിൽ വരാത്തത് ഒരുപാടുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ എയർഫോഴ്സിനെ വരെയും നടുക്കിയ ഒരു സംഘടനയാണ് BLA. അപ്പോൾ BLA നടത്തിയ ഈ ഒരു റിക്വസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി കണക്കാക്കുകയാണ്. പക്ഷേ ഇന്ത്യ ഇവർക്ക് സഹായം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പറയുക. BLA ഇങ്ങനെ റിക്വസ്റ്റ് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഒരു അനൗപചാരിക സഖ്യത്തിന് അവസരമുണ്ടാക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇന്ത്യ ഇവിടെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.